Hi everyone. Now we discuss about the topic of museum and art galleries. Now we discuss about what is art gallery and what is art museum. Art gallery is a small business that sells the arts it exhibits. It's a profit making institution എന്ന് പറയാം. Because the profit made from the sales will cover the operating costs and to run the business, and in a successful gallery uh, and it's also turn a profit. ഈ പ്രോഫിറ്റിൽ നിന്ന് ആർട്ട് ഗാലറിയിൽ നിന്ന് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിന്നുമാണ് ഈ ആർട്ട് ഗാലറി മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റും അതിന്റെ ബിസിനസ്സും എല്ലാം നടക്കുന്നത്. അങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആർട്ട് ഗാലറി ആയിട്ട് ഒരു ആർട്ട് ഗാലറി വർക്ക് ചെയ്യുന്നത്. എന്നാൽ ആർട്ട് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർട്ട് മ്യൂസിയംസിൽ ഒന്നുകിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റ് സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ മീഡിയ ആയിരിക്കാം, റീജിയണൽ ആർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കിയോളജിക്കൽ തിങ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ തിങ്സ് അല്ലെങ്കിൽ ഹെറിറ്റേജ് റിലേറ്റഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എക്സിബിഷൻസ് ആയിരിക്കും മ്യൂസിയത്തിൽ ഉണ്ടാവുക. ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർട്ട് ഗാലറി ഒരു പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ ആണ്. വി ഹാവ് ലോട്ട് ഓഫ് ആർട്ട് ഗാലറീസ് ആൻഡ് മ്യൂസിയം ഇൻ കേരള. നമുക്കിനി ഓരോ കുറച്ച് മ്യൂസിയംസിനെ പരിചയപ്പെടാം. ഇത് എടപ്പള്ളി കേരള ഹിസ്റ്ററി മ്യൂസിയം ആണ്. സിറ്റുവേറ്റഡ് ഇൻ ഹാർട്ട് ഓഫ് എറണാകുളം city and the first one is art museum and second one is art gallery. In front of the museum where we can see the statue of Parashurama. According to the mythology, Parashurama created Kerala state, and in this art museum the history of Kerala narrated to the statues from the Neolithic age to the modern age. We can see the statue presentation in this museum. And that gallery exhibit the artistic pictures, portraits, so on. ഈ ആർട്ട് ഗാലറിയിലും ആർട്ട് മ്യൂസിയത്തിലും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ പോലീസ് മ്യൂസിയം is situated in Mattancherry, and in this museum exhibits the uniform, weapons and armory, and that all up to colonial period to present day. This is Hill Palace Museum situated in Tripunithara. This is the first heritage museum in Kerala, and we can see the lots of archaeological or heritage things in this museum, and this is the largest archaeological museum in Kerala. This was built in 1865. The complex consists of 49 buildings, and it's constructed by the traditional architecture style of Kerala. And ഈ മ്യൂസിയത്തിന് തൊട്ടടുത്തൊരു ഡിയർ പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 200 ആന്റിക് പീസസ്, പോർട്രീസ് ആയിരിക്കും, സെറാമിക് വെയർസ് ആയിട്ടും, ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സെറാമിക്സ് വെയർസ്, കുടക്കല്ല്, തൊപ്പിക്കല്ല്, അതുപോലെ തന്നെ റോക്കറ്റ് വെപ്പൺസ്, സ്റ്റോണേജ് വെപ്പൺസ്, കൊച്ചിൻ മഹാരാജാസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ ഒബ്ജക്ട്സ്, അതുപോലെ തന്നെ ഓയിൽ പെയിന്റിങ്സ്, മ്യൂറൽസ്, സ്കൾപ്ചേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സും ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ഒക്കെ ഒരു ഏറ്റവും വലിയ ശേഖരം കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഹിൽ പാലസ് മ്യൂസിയത്തിലാണ്. ആൻഡ് മട്ടാഞ്ചേരി ഡച്ച് പാലസ്, this is built by the Portuguese in 1557 and is handed over to Raja Veera Kerala Varma of Kochi, and this palace was renovated in 1663 by the Dutch. And in the central courtyard of this palace we can see the Bhagavati temple, and this is a double storied palace building, and we can see
antique collections of murals, and these murals mainly from the stories of Ramayana and Mahabharata, and the mythological legends about the Hindu goddess, especially Guruvayurappan. Some murals scenes from Sanskrit poet from the Sanskrit poet Kalidasa, and we can also see the weapons, swings, and furnitures, lifestyles of the royal family of Cochin. Parashiraja Art Gallery and Museum in Kozhikode. In this museum, we can see the paintings of Raja Ravi Varma. ഈ മ്യൂസിയത്തിന് പേര് കൊടുത്തിരിക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഈ മ്യൂസിയം മാനേജ് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. കുറെ മ്യൂറൽ പെയിന്റിങ്സിന്റെയും ആന്റിക് ബോൺസിന്റെയും ആൻഷ്യന്റ് കോയിൻസിന്റെയും ഒക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൃഷ്ണമേനോൻ മ്യൂസിയം അറ്റ് കോഴിക്കോട്. ഈ മ്യൂസിയം വളരെ ടൗണിനോട് ചേർന്ന് തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയും രാജാ രവിവർമ്മയുടെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ VK കൃഷ്ണമേനോൻ, he is a national leader from the state, and he was the defense minister of India. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒരുപാട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണൂർ അറക്കൽക്കെട്ട് മ്യൂസിയം. Arakkal Palace converted in current Arakkal-Kettu. The museum originally belonged to the Arakkal Ali Rajas of Arakkal royal family, the one and only Muslim royal dynasty in Kerala. ഈ മ്യൂസിയം, അറക്കൽ മ്യൂസിയം എന്ന് പറയുന്നത് കേരള ആർക്കിയോളജിക്കൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണുള്ളത്. ഇറ്റ്സ് വെരി ഹാർട്ട് ഓഫ് കണ്ണൂർ സിറ്റി. ആൻഡ് അറക്കൽക്കെട്ട് മ്യൂസിയം എന്ന് പറയുന്നത് നോർത്ത് മലബാറിലെ അല്ലെങ്കിൽ കേരളയിലെ തന്നെ ഒരേ ഒരു മുസ്ലിം റോയൽ ഫാമിലിയാണ്. അവരുടെ ബിലോങ്ങിങ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, അറക്കൽക്കെട്ടിൽ കാണാൻ പറ്റുന്നത്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയൽ. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുക കുറെ കുടക്കല്ല്, തൊപ്പിക്കല്ല് തുടങ്ങിയ മെഗാലിത്തിക് കാലഘട്ടത്തിലെ ഒരുപാട് സ്റ്റോൺസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദിവാസി ട്രഡീഷണൽ ആയിട്ട് ആദിവാസികൾ അവിടെ ഉണ്ടായിരുന്ന ട്രൈബൽസ് ഉപയോഗിക്കുന്ന ഒരുപാട് വെപ്പൺസിന്റെയും ഒരുപാട് ബിലോങ്ങിങ്സിന്റെയും ഒരു മഹനീയമായ ശേഖരം നമുക്ക് ഈ ഒരു ഹെറിറ്റേജ് മ്യൂസിയത്തിൽ കാണാൻ പറ്റും. തൃശ്ശൂർ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. ഈ ഒരു 2 സ്റ്റോറേഡ് ബിൽഡിംഗ് ആണിത്. കേരള ട്രഡീഷണൽ ആയിട്ടുള്ള 4 കെട്ട് സ്റ്റൈലിൽ പണി കഴിപ്പിച്ച മ്യൂസിയമാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ഏക്കേഴ്സ് പ്ലേസിലാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ഇതിൻ്റെ ഉള്ളിൽ മെഡിക്കൽ ആയുർവേദ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ട്രീറ്റ്മെന്റും നടക്കുന്ന സ്ഥലമാണ്. ടൗൺ ഹാൾ ആർട്ട് ഗാലറി, ചൈത്രാലയം എന്നും അറിയപ്പെടും. ശ്രീ മൂലം ചിത്രശാല എന്നുള്ളതാണ് ഇതിന്റെ ഒറിജിനൽ പേര്. റെയർ കളക്ഷൻ ഓഫ് ആന്റിക് റിമൈനിങ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു മോഡേൺ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ആദ്യം ശ്രീമൂലം ചിത്രശാല എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് ഇത് കൊല്ലങ്കോട് രാജ എക്സ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥലമാണ് ഈ ശ്രീമൂലം ചിത്രശാല എന്ന് പറയുന്നത്. പിന്നെ ഇത് ടൗൺ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ കാലഘട്ടം മുതൽ ടൗൺ ആർട്ട് ഗാലറി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1973 ഇറ്റ്സ് റീനെയിംഡ് ആസ് ആർക്കിയോളജിക്കൽ മ്യൂസിയം. ചെമ്പുകാവിലാണ് ഇപ്പൊ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നൗ ഇറ്റ്സ് അണ്ടർ ദ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്.
ട്രിവാൻഡ്രം നേപ്പിയർ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഒരേ കോമ്പൗണ്ടിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. നേപ്പിയർ മ്യൂസിയം 19th സെഞ്ചുറിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡോ സെറസിനിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ഇതിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. നാച്ചുറൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സും ബ്രോൺസ് ഐഡിയൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ മ്യൂസിയത്തിന്റെ പേര് വന്നിരിക്കുന്നത് മദ്രാസ് ഗവർണർ ആയിരുന്ന ഗവർണർ ജനറൽ ജോൺ നേപ്പിയറിന്റെ പേരിലാണ് ഇത് അറിയപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് കേരള മുഗൾ ചൈനീസ് ഇറ്റാലിയൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇത് 1964 പണി കഴിപ്പിച്ച മ്യൂസിയം ആണ്. ഈ മ്യൂസിയം ഒരു 2-3 നിലകളിലായിട്ടാണ് 2 സ്റ്റോറേഡ് ബിൽഡിങ്ങിലാണ് കാണാൻ പറ്റുക. നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൽ കാണാൻ പറ്റുന്നതാണ് ഈ 2 ഡെപിക്സ്. ഒന്ന് കാസിരംഗ നാഷണൽ പാർക്കിൽ കാണുന്ന 1 ഹോൺ ഡൈനോസേഴ്സ് ആണ്, മറ്റത് വെയിൽസ് ആണ്. അതുപോലെ ഇത് ഒരുപാട് ഗാലറീസ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഒന്നാണ് സ്കെൽട്ടൺ ഗാലറി. സ്കെൽട്ടൺ ഗാലറിയിൽ മെയിൻ ആയിട്ടും എല്ലാ ആനിമൽസിന്റെയും സ്കെൽട്ടൺസ് ആണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എലിഫന്റ്, സാമ്പാർ ഡിയർ, ജാഗ്വർ തുടങ്ങിയ ഇന്ത്യൻ വൈൽഡാസ്, അങ്ങനെ ഒരുപാട് സ്കെൽട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബേർഡ് ഗാലറിയിൽ എല്ലാ ബേർഡിനെയും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹോൺബിൽസിന്റെ ഒരു ഗ്രേറ്റ് കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാമൽസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലുള്ള മാമൽസ് മാത്രമല്ല, ആഫ്രിക്കൻ, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള മാമൽസിന്റെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിഷിനെ സംബന്ധിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പറയുന്നത്. ആൻഡ് ട്രിവാൻഡ്രത്ത് തന്നെ നമുക്ക് ഒരുപാട് പാലസസ് കാണാൻ പറ്റും. അതിലൊന്നാണ് കുതിരമാളിക പാലസ്. ശരിക്കും ട്രാവൻകൂർ ഡൈനാസ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പാലസസിൽ ഒന്നാണ് കുതിരമാളിക പാലസ്. ഇവിടുത്തെ നവരാത്രി മണ്ഡപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് റോയൽ പെയിന്റിങ്സും റോയൽ ഫാമിലി ഓൺഡ് മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പത്മനാഭപുരം പാലസ്, ദിസ് ഈസ് 400 years old പാലസ് ആണ്. സ്പ്രെഡ് ഓവർ 6.5 acres ഏരിയയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതൊരു പാലസിന്റെ സ്ട്രക്ചർ ആണ്. ഏറ്റവും വലിയൊരു പാലസ് എന്ന് പറയാം. ദ്രവീഡിയൻ ആർക്കിടെക്ചർ സ്റ്റൈലിൽ 1601 പണി കഴിപ്പിച്ച പാലസ് ആണ്. നൗ ഇറ്റ്സ് situated in Tamil Nadu, but the control of the palace vested with the Kerala government. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള തമിഴ്നാട്ടിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പാലസ് ആണ് പത്മനാഭപുരം പാലസ്. ഇത് ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പാലസ് ആണ്. കവടിയാർ പാലസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് പാലസ്. ഇത് ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്ക് വേണ്ടി പണി കഴിപ്പിച്ച പാലസ് ആണെന്ന് പറയുന്നു. 1934 ഇത് പണി കഴിപ്പിച്ചത്. ദിസ് ഇസ് കവടിയാർ പാലസ് ഇൻ ട്രിവാൻഡ്രം. ഒരുപാട് പാലസസ് ഉണ്ട്. അതിൽ 2-3 പാലസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം കേരളത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് പാലസസും അല്ലെങ്കിൽ ഒരുപാട് മ്യൂസിയംസും ആർട്ട് ഗാലറീസും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കേരളത്തിന്റെ തനതായ ആൻഷ്യൻ തിങ്സ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് നമുക്ക് ഈ ഒരു മ്യൂസിയംസിലൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രീ ഹിസ്റ്റോറിക് റിമൈൻസ് ഇപ്പോഴും വളരെ ഭംഗിയായി കീപ്പ് ചെയ്തിരിക്കുകയും അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു റീസ്റ്റഡിക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നത് ഈ മ്യൂസിയംസ് ഇത്രയും നന്നായി നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് റിമൈൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്രയുമാണ് മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറീസിൽ വരുന്നത്. താങ്ക് യു.